അശാന്തമായ പകലുകൾക്കും രാത്രികൾക്കും വിരാമമിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നത്. അതിൽ ജനാധിപത്യ ബോധമുള്ളവരും രാജ്യത്തെ സമാധാന കാംക്ഷികളുമായ മുഴുവൻ മനുഷ്യരും സന്തോഷവും ആശ്വാസവും പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ യുദ്ധം നടക്കാത്തതിന്റെ വിഷമം മുഴുവൻ നമ്മുടെ സംഘപരിവാർ ടീമുകൾക്കാണ്. കാരണം അവർക്കിപ്പോഴും യുദ്ധം എന്ന് വെച്ചാൽ കിരീടം സിനിമയിൽ സേതുമാധവനും കീരിക്കാടനും തമ്മിലുള്ള അടി മാത്രമാണ്. പാകിസ്ഥാനെതിരെ സൈനിക നടപടി തീരുമാനിച്ചതാരാണ്? കേന്ദ്ര സർക്കാർ. ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കണം എന്നതിൽ മാത്രമാണ് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തത്. അതിൽ പോലും കേന്ദ്ര നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമായിരുന്നു സൈനിക നടപടികൾ. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും 3 സേനാ മേധാവികളുമായും ഈ ദിവസങ്ങളിൽ എല്ലാം നിരന്തര ചർച്ചകൾ നടത്തിയിരുന്നത്. അതല്ലാതെ സൈന്യത്തിന് പൂർണ്ണ തീരുമാനമെടുക്കാൻ ഇവിടെ പട്ടാള ഭരണമല്ല നടക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ സൈന്യം നടപ്പിലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് വേണ്ടതും. എന്നാൽ ഏറ്റുമുട്ടൽ നടന്ന ദിവസങ്ങളിൽ ആവേശം കൊണ്ട് തുള്ളിച്ചാടിയ സംഘികൾ പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ കാലുമാറി. കുറ്റം മുഴുവൻ മാധ്യമങ്ങളെ കണ്ട് കാര്യം വിശദീകരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കായി. വെടിനിർത്തലിന് പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും ആക്രമണം തുടർന്നതാണ് സംഘികളെ ചൊടിപ്പിച്ചത്. എല്ലാ ദിവസവും സൈനിക നടപടികളുടെ കൃത്യമായ വിവരങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു വിക്രം മിശ്രി. ഭരണതലത്തിലുള്ള തീരുമാനങ്ങൾ അറിയിക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. ഈ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെയായിരുന്നു രാജ്യത്തെ സംഘപരിവാർ പ്രൊഫൈലുകൾ അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടത്തിയത്. രാജ്യദ്രോഹിയെന്നും ചതിയനെന്നുമുള്ള കമന്റുകളാണ് പലരും പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മകളെ പോലും വെറുതെ വിട്ടില്ല. രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നിയമസഹായം നൽകിയ അഭിഭാഷക കൂടിയാണ് മിശ്രിയുടെ മകൾ. അതവരുടെ ജോലിയുടെ ഭാഗമാണ്. അതുപോലും എടുത്തുകാട്ടി അവരുടെ ഇന്ത്യൻ പൗരത്വത്തെ പോലും ചോദ്യം ചെയ്യുകയായിരുന്നു കാവിയുടുപ്പിട്ട രാജ്യസ്നേഹികൾ. ദി വയർ എന്ന മാധ്യമ സ്ഥാപനത്തിനെ പിന്തുണച്ചതും മിശ്രിയുടെ മകളെ സംഘപരിവാർ ശത്രുപക്ഷത്ത് നിർത്താൻ കാരണമായി. പക്ഷേ അപ്പോഴും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയെയോ ഇവർക്ക് കുറ്റപ്പെടുത്താൻ വയ്യ. അതായത് തങ്ങളുടെ യുദ്ധക്കൊതി നടക്കാത്തതിന്റെ ചൊരുക്ക് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. അത് ഭരിക്കുന്ന സ്വന്തം പാർട്ടിയുടെ മേൽ വയ്ക്കാൻ പറ്റാത്തതിനാൽ ഏതെങ്കിലും പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ കരുവാക്കുക, അത്ര തന്നെ. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നു തന്റെ ഇടപെടലിലാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഏതായാലും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയോടാവില്ലല്ലോ ഇക്കാര്യം സംസാരിക്കുക. എന്തായാലും രാജ്യസ്നേഹികളുടെ ആക്രമണം സഹിക്കാനാവാതെ അദ്ദേഹത്തിന് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. യുദ്ധവരി പൂണ്ട് ഇന്ത്യൻ സൈന്യത്തിന് മുൻപേ പാകിസ്ഥാനിൽ മുഴുവൻ മിസൈൽ ആക്രമണം നടത്തിയ വാർത്താ ചാനലുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതേ മാനസികാവസ്ഥയുടെ മറ്റൊരു മുഖമാണ് ഈ സൈബർ രാജ്യസ്നേഹികൾക്കും.